ഗായ്സ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പം നമ്മുടെ സൺഡേ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഒരു ക്ലിനിക് ഇനാഗുറേഷനിൽ ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് വിത്ത് എ സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിയ ഓട്ടോയിൽ കയറി ഞങ്ങൾ എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്താൻ നോക്കുകയാണുണ്ടായേ. അപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയ ശേഷം തന്നെ പെട്ടെന്ന് തന്നെ ബസ്സും കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഷൂട്ടൊന്നും നടന്നില്ല. ബസ്സിൽ അത്യാവശ്യം ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ വലുതായിട്ടൊന്നും ഷൂട്ട് എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് സ്ഥലത്തെത്തി. ഇതാണ് ആകൃതി ഡെർമറ്റോളജി ക്ലിനിക്. ഇതൊരു അടിപൊളി ആസ്തറ്റിക് ക്ലിനിക്കായിരുന്നു. സോ ഞങ്ങൾ രാവിലെ പെട്ടെന്ന് എത്തിയതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ഘാടനം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വൈറ്റ് പോർട്ടിക്കോയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് എൻട്രി ചീഫ് ഗസ്റ്റിൻ്റെ കൂടെ ആയതുകൊണ്ട് അവിടെ ചീഫ് ഗസ്റ്റ് ഉള്ളത്. സോ ഞങ്ങളോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. നമ്മൾ അവിടെ ചെന്ന് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണം. സോ ഞങ്ങൾ വൈറ്റ് പോർട്ടിക്കോയിലെത്തി. ഇതാണ് വൈറ്റ് പോർട്ടിക്കോ. ഇവിടെ കയറുക എന്നുള്ളത് ഞങ്ങൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. കാരണം ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് അല്ലെ ബെസ്റ്റ് ഹോട്ടൽ ഇൻ ദ അടൂർ. ഇവിടെ നിന്ന് ഞങ്ങൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബസ് വന്നു. ഇതിലാണ് ഞങ്ങൾക്ക് നേരത്തെ നമ്മൾ കണ്ട ഇനാഗുറേഷൻ സ്ഥലത്തേക്ക് എൻട്രി ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾക്ക് പിന്നിലായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റും എത്തി. ഇത്രയും ആൾക്കാരെല്ലാം തിങ്ങിക്കൂടിയിരിക്കുന്നത് ഈ കാറിലുള്ള നമ്മുടെ സ്വന്തം ചീഫ് ഗസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. മഴ കാരണം ചെറിയൊരു ഡിലേ വന്നെങ്കിലും പ്രോഗ്രാംസ് കറക്റ്റായിട്ട് തന്നെ നടന്നു. ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, ഉദ്ഘാടനത്തിൻ്റെയും ബാക്കി പരിപാടീൻ്റെയും ഒന്നും. അപ്പോൾ നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഫോട്ടോ എടുക്കലും ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഫോട്ടോ പരിപാടീസും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പുള്ളിയുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ വന്നതിൻ്റെ മെയിൻ കാര്യം നടന്നത്. അങ്ങനെ റംസാൻ്റെ കൂടെ ഡാൻസ് കളിക്കണം എന്നുള്ള ഒരാഗ്രഹം നിറവേറി. ഇത് കഴിഞ്ഞ് ഒത്തിരി പ്രോഗ്രാംസ് അവിടെ നടന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. കാരണം ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ പോലും പുള്ളിക്കാരൻ വന്ന് അതിസെറ്റായിട്ട് ഡാൻസ് കളിച്ചിട്ട് പോയി. അതിനൊക്കെ ഒരു കഴിവ് വേണം ഗൈസ്. പിന്നെ അങ്ങോട്ട് ഭയങ്കര വിശപ്പ് തുടങ്ങി. കാരണം ഓൾറെഡി ഉച്ചയായല്ലോ. അങ്ങനെ ഞങ്ങൾ അടുത്ത് കണ്ട ദ പ്ലേറ്റ് ബൈ നേഹ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി. ഭയങ്കര വലിയ മെനു കാർഡൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു, ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.